റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു നല്ല ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ആക്കാൻ അറിയുന്നതായിരിക്കും. എന്നാൽ എൻ്റെ ഒരു സ്റ്റൈലിൽ ചിക്കൻ കറി റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് നല്ല ഫ്രൈ ആകുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നല്ല ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി അതേ ഓയിൽ തന്നെ ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇത് ഇളക്കാം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ മസാല ഒന്ന് നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഒന്ന് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് നമ്മളെ മസാല നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 മുറി തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 2 പൊട്ടാറ്റോയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചിക്കൻ കറിയിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മുഴുപ്പും ഉണ്ടാവും നമ്മളെ കറിക്ക്. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് തിളച്ച ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. നമ്മളെ ചിക്കനിലൊക്കെ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങുന്നവരെ ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ കറിയുടെ ഓൾമോസ്റ്റ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ